നമസ്കാരം. കലിക ന്യൂസിലേക്ക് സ്വാഗതം. കൊട്ടിയത്തെ ഹോളി ക്രോസ് ഹോസ്പിറ്റലിൽ ആക്രമണം അഴിച്ചുവിടുകയും ഡോക്ടറെയും സുരക്ഷാ ജീവനക്കാരെയും മർദ്ദിച്ച പ്രതികളെ കൊട്ടിയം പോലീസ് പിടികൂടി. കഴിഞ്ഞ ദിവസമാണ് കൊട്ടിയം ഹോളി ക്രോസ് ഹോസ്പിറ്റലിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ യുവാവിനൊപ്പം എത്തിയവർ ഡോക്ടറെയും 8ഓളം വരുന്ന ജീവനക്കാരെയും ക്രൂരമായി മർദ്ദിച്ചത്. ആക്രമണവുമായി ബന്ധപ്പെട്ട് 2 പേരെ കൊട്ടിയം പോലീസ് പിടികൂടി. നെടുമ്പന BB മനസ്സിൽ ഉബൈദ്, കണ്ണനല്ലൂർ മുട്ടേക്കാവ് തെക്കേ ചെരുവിള വീട്ടിൽ ഹാഷിം എന്നിവരെയാണ് പിടികൂടിയത്. കഴിഞ്ഞ ദിവസം കണ്ണനല്ലൂരിൽ കാറുമായി കൂട്ടിയിടിച്ച് പരിക്കേറ്റ ബൈക്ക് യാത്രികൻ കുളപ്പാടം സ്വദേശി അബ്ദുൾ റസാഖിനെയാണ് നാട്ടുകാർ ആശുപത്രിയിൽ കൊണ്ടുവന്നത്. ഡോക്ടർ ഉടൻ തന്നെ പ്രാഥമിക ചികിത്സ നൽകി. പരിശോധനയിൽ കാലിനേറ്റതായി കണ്ടെത്തി. അതിനിടെ യുവാവിന്റെ പിതാവും സുഹൃത്തുക്കളും ആശുപത്രിയിലെത്തി. പിതാവ് ഡോക്ടറോട് തട്ടിക്കയറുകയും അസഭ്യം പറയുകയും ചികിത്സ വൈകിപ്പിച്ച് എന്ന് ആരോപിച്ച് മുഖത്ത് ഫോൺ ഉപയോഗിച്ച് അടിക്കുകയുമായിരുന്നു. യുവാവിന്റെ സുഹൃത്തുക്കൾ അത്യാഹിത വിഭാഗത്തിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച് സുരക്ഷാ ജീവനക്കാരനായ ജ്യോതി ബാബുവിനെ ജ്യോതി ബാബു തടഞ്ഞതോടെ വലിയ സംഘർഷം ഉണ്ടായി. ജ്യോതി ബാബുവിനെ മർദ്ദിക്കുന്നത് കണ്ടെത്തിയ മറ്റു സുരക്ഷാ ജീവനക്കാരെയും ഇവർ ആക്രമിച്ചു. പരിക്കേറ്റ അബ്ദുൾ റസാഖിനെ പിതാവും മറ്റുള്ളവരും ചേർന്ന് ഇവിടെ നിന്നും മറ്റൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. തുടർന്ന് കൊട്ടിയം പോലീസ് സ്ഥലത്തെത്തി ആക്രമണം അഴിച്ചുവിട്ട 2 പ്രതികളെയും പിടികൂടുകയായിരുന്നു. തുടർന്ന് വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു.